എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും രേണുസുതിയുടെ ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് രേണുസുതിയുടെ കണ്ടന്റുമായിട്ട് വരുന്നത്. രേണുസുതിയെ നമ്മൾ വിടാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ രേണു സമ്മതിക്കൂല. എന്നെ ഒന്ന് റിയാക്ട് ചെയ്യൂ, എന്നെ ഒന്ന് റിയാക്ട് ചെയ്യൂ എന്നും പറഞ്ഞ് രേണു വരുന്നത് പോലെയാണ് രേണുവിന്റെ സൈഡിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. അന്നേരം നമുക്ക് പ്രതികരിച്ചില്ലെങ്കിൽ എന്തൊരു ഒരു പ്രശ്നവും തോന്നും. അപ്പൊ നമ്മളെടുത്ത് പ്രതികരിക്കും. അപ്പൊ ഫേസ്ബുക്കിലുള്ള ആൾക്കാരുടെ നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ചിലവന്മാർക്ക് നല്ല പ്രതികരണം തിരിച്ചു തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ പ്രതികരിക്കൂ, ഞാനും പ്രതികരിക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ വീട് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ട് നിൽക്കുകയാണ്. സോറി, ഒരു തിരുത്തുണ്ട്. രേണുവിന്റെ വീടല്ല, കിച്ചുവിന്റെ ഋതപ്പിന്റെ വീട് രേണു മറ്റേ ഇത് ഓസി അടിച്ച് എടുത്ത് തലക്കെടുത്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് വീട് കൊടുത്തത് ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് വീട് വെക്കാൻ സ്ഥലം കൊടുത്തത്. ഫിറോസയ്ക്കാണ് ആ സ്ഥലത്തിന്റെ മേളിൽ വീട് പണിത് കൊടുത്തത്. താജ് പത്തനംതിട്ടയാണ് ആ വീടിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. ഇവരെ എല്ലാം നേരത്തെ പിടിച്ച് അവഹേളിച്ച് വിടുകയാണ് രേണു ചെയ്തത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് രേണുവിന് ഒരു ഇൻഡാസ് അയച്ച്, ആ ഇൻഡാസിനകത്ത് പറയുന്ന സാധനം വക്കീൽ നോട്ടീസ് അയച്ചു. ആ വക്കീൽ നോട്ടീസിനകത്ത് പറയുന്ന സാധനം 7 ദിവസത്തിനകത്ത് ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം രേണുവും രേണുവിന്റെ സംഘങ്ങളും രേണുവിന്റെ കൂട്ടുകാരികളും രേണുവിന്റെ വാലായിട്ടുള്ള എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ദാനമായിട്ട് നൽകിയ സ്ഥലം തിരിച്ചു തരേണ്ടി വരും, അതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോ രേണു വലിയ ആർഭാടമായി ഓട്ടോയിൽ പോയി ആ ഒരു സാധനം കൈപ്പറ്റുന്ന സാധനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഇതിന് ഒരു മറു സാധനം അയച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. രേണു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു ഈ ഓൺലൈൻ മീഡിയ വന്ന് ചോദിച്ചപ്പോ നിയമപരമായിട്ടല്ലേ, നിയമത്തിന്റെ വഴിയെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് നിയമത്തിന്റെ വഴി. നമുക്ക് ഈ ലെറ്റർ, അതായത് രേണു അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയതിനു ശേഷം നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഡയറക്റ്റ് ഫോണിൽ നിന്ന് കേൾപ്പിക്കാം. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ, കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറയുന്നു. മാഡം, നമ്മളെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് കൊടുക്കാനായിട്ട് വസ്തു കൊടുത്ത വിവരം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ. അതിനുശേഷം ഉണ്ടായ സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മിഷണറി ശുശ്രൂഷകൾക്കും വരുത്തി വെച്ചതായിട്ടുള്ള പ്രയാസങ്ങള്, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകള് എനിക്ക് പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു. അത് സഹികെട്ടിട്ടാണ് എന്നെ പബ്ലിക്കിൽ കൊല്ലം സുധിയുടെ സഹധർമ്മിണി രേണു സുധി പല സന്ദർഭങ്ങളിലും എന്നെ ഇപ്പോഴും ഈ അച്ഛൻ എന്ത് മാന്യത കൊടുക്കാൻ പറ്റുന്ന മാന്യതയൊക്കെ കൊടുത്തിട്ടാണ് രേണുവിനെ അഭിസംബോധന ചെയ്തത്. അതേസമയം രേണു അഭിസംബോധന ചെയ്യുന്ന എങ്ങനെ, അതിലേക്ക് നമുക്ക് വരാം, നമുക്ക് ബാക്കി കേൾക്കാം. പലപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ വോയിസുകളൊക്കെയും അവരുടെ വീഡിയോ ആയിട്ട് വന്ന് എന്നെയും എന്റെ കുടുംബത്തെയും വളരെയധികം വേദനിപ്പിച്ചു. അതനുസരിച്ച് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട വക്കീൽ വഴി ഇവർക്ക് ഒരു ലീഗൽ നോട്ടീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചിരുന്നു. അത് അവർ കൈപ്പറ്റിയ ശേഷം അവര് എന്റെ അഡ്വക്കേറ്റിന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയുണ്ടായി. അതായത് നമ്മൾ അങ്ങോട്ടൊരെണ്ണം കൊടുത്തപ്പോ ഇങ്ങോട്ടൊരെണ്ണം തിരിച്ചു തന്നു. ഈ തിരിച്ചു തന്നതിനകത്ത് എന്ത് പറയുന്നത് നിങ്ങൾക്കറിയോ? സൂപ്പർ സാധനം, എപ്പിച്ചുതരാം. അത് ഇന്ന് എന്റെ അഡ്വക്കേറ്റ് എനിക്ക് വിവരം തരികയുണ്ടായി. അതിനകത്ത് അവർ യാതൊരു വിധമായ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും പറഞ്ഞാണ് അവരുടെ അഡ്വക്കേറ്റ് ഞങ്ങൾക്ക് ഒരു മറുപടി തന്നിരിക്കുന്നത്. രേണുവിന്റെ അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുന്ന മറുപടി, രേണു അങ്ങനെ അച്ഛനെ അപമാനിച്ചിട്ടേ ഇല്ല, പ്രകീർത്തിച്ച് പൊക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. ആ സാധനമാണ് രേണു ഇപ്പോ പറഞ്ഞതായിട്ട് വക്കീൽ നോട്ടീസ് തിരിച്ചയക്കുന്നത്. ഇതൊക്കെ നിസ്സാര കാര്യം എന്നാണ് പറയുന്നത്. ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് മാനേജർ വെക്കണമെന്ന്. ഗൂഗിൾ ചെയ്ത് നോക്ക്, അറിയാം രേണുവിന് മാനേജർ വെക്കണമെന്ന്. ഈ രേണു ഗൂഗിളിൽ കയറിയിട്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തോരം മഹത്തരമായ ഒരു വ്യക്തിയാണ് ഈ ബിഷപ്പ് എന്നുള്ളത്. അത് തീരെ നിവൃത്തിയില്ലാത്ത സമയത്ത്, കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതിരുന്ന സമയത്ത്, കടത്തിന്റെ മേളിൽ കടവായിട്ട് കിടന്ന സമയത്ത്, ഭർത്താവ് മരിച്ച സമയത്ത്, ഒരു നിവൃത്തിയില്ലാത്ത സമയത്ത് ബിഷപ്പ്
കരുണ തോന്നി ഒരു വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നു. അന്ന് തുടങ്ങിയതാണ് ഈ ബിഷപ്പിന്റെ കഷ്ടകാലം. അന്ന് മുതൽ ബിഷപ്പ്, ഫിറോസിക്ക, താജ് പത്തനംതിട്ട ഇവരെ മാറിയും തിരിഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു. ഇപ്പൊ രേണു പറയുന്നു ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണ്ടേ അച്ഛാ, എന്ത് വെച്ചാൽ ഇതിനൊക്കെ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ഈ ഒരു സെറ്റപ്പ് അന്നൊന്ന് രേണു വിചാരിച്ചിരിക്കുന്നത്. എന്റെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രേണു നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നു. ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് പോലെയാന്നൊക്കെ രേണു പറയുമ്പോഴത്തേനും എല്ലാരും അങ്ങനെ ചിന്തിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. സമൂഹത്തിൽ റെപ്യൂട്ടഡ് ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലാതെ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ അച്ഛൻ. അപ്പോ ബാക്കി എന്നാല് കേരളത്തിലെ മലയാളി സമൂഹം കണ്ട ഒരു കാഴ്ചകളാണ്. ഞാൻ എത്രമാത്രം സമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടു, എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു, എത്രമാത്രം ഞാനും എന്റെ കുടുംബവും ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിനു ശേഷം ആക്ഷേപിക്കപ്പെട്ടു എന്നുള്ളത് കേരള സമൂഹം കണ്ടതാണ്. എന്നാല് ആ അഡ്വക്കേറ്റിന് കൊടുത്ത നോട്ടീസ് അതിന് പ്രകാരം തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ്. കാരണം എനിക്കുണ്ടായ മാനസികവും മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള് വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ കോടതിയെ സമീപിച്ച് ഇതിനൊരു നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇതെങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ നാട്ടിലൊരു ബനാന ടോക്ക് ഉണ്ട്. വേലി കിടന്ന പാമ്പിനെടുത്ത് അസ്ഥാനത്ത് നിട്ടെന്ന് പറയുന്ന പോലെ ആ സാധനമാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം രേണു എന്ത് ചെയ്ത് അച്ഛനെയൊക്കെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, ഒരു കടലാസ് അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോഴെങ്കിലും ഒതുങ്ങണ്ടേ? അപ്പോ അച്ഛൻ ആ കടലാസിനകത്ത് സ്ഥലം എനിക്ക് തിരിച്ചു വേണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ലെറ്റർ കൈപ്പറ്റി 7 ദിവസത്തിനകത്ത് ബിഷപ്പിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം എന്നാണ് അച്ഛൻ അതിനകത്ത് അവകാശപ്പെട്ടത്. അല്ലാത്ത പക്ഷം സ്ഥലം തിരിച്ചു കിട്ടാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഇതാണ് പറഞ്ഞത്. അതിന് രേണു എന്നാ പിന്നെ ശരി, പ്രശ്നം ആവട്ടെ, ആളി കത്തട്ടെ, അച്ഛൻ തിരിച്ചു മേടിക്കച്ച എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് രേണു എടുക്കുന്നത്. പുള്ളിക്കാരി എപ്പോഴും പറയുന്ന പോലെ രേണു താഴത്തിലുള്ള എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. എന്നെ പൊതുസമൂഹത്തിൽ എത്രമാത്രം ആക്ഷേപിച്ചു എന്നുള്ളത് കേരളത്തിലെ മലയാളി സമൂഹം കണ്ടതാണ്. ഞാൻ ഭൂമിയോളം ക്ഷമിച്ച് ഞാന്, കാരണം ഇതിനു മുൻപ് നടന്ന ഇന്റർവ്യൂസിലൊക്കെയും ഈ രേണുസുതി പിന്നെ ബിഗ് ബോസില് പോയ സമയത്ത് പല ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത ചാനലിലെ ആങ്കർമാർ ചോദിച്ച കമന്റ്സുകളിലൂടെ അവർ ചോദിച്ച ചോദ്യങ്ങളിലാണ് ഞാൻ ഉത്തരം നൽകിയത്. ആ ഉത്തരം നൽകിയതിനകത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്തു കാണിക്കുകയും അവര് ചോദിച്ച ചോദ്യങ്ങളൊക്കെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന ചാനലുകാർ മുക്കിക്കളയുകയും ചെയ്ത ശേഷം എന്നെ വ്യക്തിഹത്യ ചെയ്ത്. ഈ ചാനൽ ഏതെന്നറിയോ? മെയിൻ സ്ട്രീം 1, അതാണ് ഈ ചാനൽ. ഈ ചാനല് രേണുവിന്റെ വീട്ടിൽ പെറ്റി കിടക്കുന്ന ഒരു ചാനലാണ്. രേണു അവിടുന്ന് മെയിനായിട്ടോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓടി വരും. ഷാജി പാപ്പൻ സലാമ് വെക്കും, വീരം പാപ്പൻ ഷാജി പാപ്പൻ വരും, രേണുവിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കും, പോകും. ഇതാണ് ഈ ചാനലിന്റെ പരിപാടി. ഈ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 95% രേണുവിന്റെ ഇന്റർവ്യൂയും 5% മറ്റു കോൺട്രവേഴ്സികളുടെ ഇന്റർവ്യൂയും. ഇതാണ് ആ ചാനലിൽ നടക്കുന്നത്. സോ രേണുവിന് ആ ചാനലിൽ ഒരു പിടിപാടുണ്ടാവണം. കാരണം അത്രയ്ക്ക് അടുത്ത ബന്ധമാണ് രേണു ആ ചാനലുമായിട്ട് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ അപകീർത്തിപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇടുന്നതിനകത്ത് അവർക്ക് റീച്ച് എന്നൊരു സാധനം കാണും. അത് ചെറ്റത്തരം കേട്ടോ, ചാനലിനോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. 7-8 മാസം മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ഇപ്പൊ കട്ട് ചെയ്തിട്ട് വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് ഒരുമാതിരി താലാട്ട് പാട്ടുന്ന പരിപാടി കേട്ടോ. അങ്ങനെ ചെയ്യില്ല മോനെ, മെയിൻ സ്ട്രീം ഒന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപമാനിക്കുന്ന രീതിയിൽ വളരെയധികം സൈബർ ബുള്ളിങ്ങിൽ എന്നെ വലിച്ചെറിയുവാൻ തക്കണം ഇടയായിട്ടുണ്ട്. അതിനാൽ മാഡത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല കാര്യം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. മാനഹാനി കേസുമായിട്ട് മുമ്പോട്ട് പോട്ടെ. രേണു ഇനിയെങ്കിലും എന്റെ പൊന്നു രേണു ഒന്ന് നന്നാവെന്ന് പറഞ്ഞാൽ പഠിച്ചു നന്നാവുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, ചെയ്യുന്ന പ്രവർത്തികളിൽ നന്നാവാനാണ് ഉദ്ദേശിച്ചത്. നീ മറ്റേ SP ബ്ലോക്സ് ചെയ്തോലെ എന്നെ പറയില്ല, ഞാൻ ആ നന്നാവലല്ലേ ഉദ്ദേശിച്ചത്. അതിനെന്റെ കുടുംബം ഒന്നടങ്കം ഞങ്ങൾ തീരുമാനിക്കുന്ന അങ്ങനെയാണ്. മാനനഷ്ട കേസുമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലല്ല എന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക്, എന്റെ വ്യക്തിപരമായ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, എന്നെ എല്ലാ തരത്തിലും ഓരോ ദിവസത്തിനു മേൽ ദിവസം എന്നെ അപഹേളിച്ച് എന്നെ നിന്ദിച്ച് പരിഹസിക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നതിനാല് തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിൽ സമൂഹം ഇത് അറിഞ്ഞ കാര്യമായതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് തന്ന സപ്പോർട്ടുകൾ ധാരാളമാണ്. പല ആൾക്കാരും ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളിൽ, ഞാൻ എന്റെ കുടുംബം നിരാശപ്പെട്ട സന്ദർഭങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രവർത്തകര് വളരെയധികം എനിക്ക് വേണ്ട കൈത്താങ്ങലുകൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും
അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ. അച്ഛൻ ചെയ്യുന്നതാണ് ശരി, അച്ഛന്റെ ഭാഗത്താണ് ശരി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും രേണു ചെയ്യുന്നതെല്ലാം തോന്നുവാസമാണ്, രേണുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ടും യുക്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടാണ്. അല്ലാതെ ചില അന്തം കമ്മി അന്തം കമ്മിയല്ലോ, ചില അന്തൻ രേണു ഫാൻസ് ഉണ്ട്. ഈ രേണു ഫാൻസിന് രേണു എന്ത് ചെയ്താലും ഈ അൽക്കടിലും സൂപ്പർ, ഇതാണ് രേണുവിന്റെ സാധനം. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഈ രേണുവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങള് ഏതോ ഒരാൾക്ക് അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ട് സ്ഥലം കൊടുക്കണം. ആ സ്ഥലത്തിൽ കയറി നിന്നിട്ട് അവര് നിങ്ങളോട് പറയാ, എടാ മറ്റേ മോനെ പോടാ അവിടുന്ന്, ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഇതാണ് രേണു ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്കിൽ വരുന്ന മ്ലേച്ഛം കമന്റുകൾ വായിച്ച് ഞാൻ മടുത്തു. ഇടാ മാന്യമായിട്ടുള്ള കമന്റ് ഇടറോ, വായിക്കാൻ ഒരു സുഖം വേണ്ടേ? തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഞാൻ തിരിച്ചു വിളിക്കും. ഞാൻ വലിയ മാന്യതൊന്നും കീപ്പില്ല കേട്ടോ. ബാക്കി കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്ന ഈ വിവരം സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയിക്കുവാനായിട്ടും, അതുപോലെ തന്നെ മാഡത്തിനെ ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. വക്കീൽ എനിക്ക് ഇന്ന് ഈ വിവരം അരമണിക്കൂർ മുമ്പാണ് എന്നെ അറിയിച്ചത്. അദ്ദേഹം നോട്ടീസ് എനിക്ക് വായിച്ച ശേഷം കൃത്യമായ വിവരങ്ങൾ എന്നെ അറിയിച്ചു. എന്നോട് പറഞ്ഞു, ബിഷപ്പ് തീർച്ചയായിട്ടും നമുക്ക് കേസുമായിട്ട് ഭാവിയിൽ മുൻപോട്ട് തന്നെ പോകാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പ് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നിയമമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനപ്രയാസപ്പെടുമ്പോൾ പലരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നാം കാണുന്നത്. അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് കാണുമ്പോൾ പലപ്പോഴും അവരവരുടെ ജീവിതം വെച്ച് അവസാനിപ്പിക്കുന്ന ബാക്കിലോട്ട് പോകുന്നില്ല. ബിഷപ്പ് അങ്ങനൊന്നും ചെയ്യത്തില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത്. ഏതെങ്കിലും നിയമപരമായിട്ട് മുമ്പോട്ട് പോട്ടെ. ഇതിന്റെ നിയമ സാധ്യതകൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരാൾക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്ത വീട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് ഇന്ന കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ തിരിച്ചു മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു സമയത്ത് എനിക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന്റെ നിയമ സാധ്യതകൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അത് കിച്ചുവിനോടും ഋതപ്പിനോടും ഉള്ള പ്രശ്നമാണ്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. തന്തയും തള്ളയും ചെയ്യുന്നതിന്റെ ഫലം പിള്ളേർ അനുഭവിക്കൊണ്ടിരിക്കും. ഇനി രേണു അപകീർത്തിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേനും രേണു അപകീർത്തിപ്പെടുത്തിയത് പലതവണ ഞാൻ കാണിച്ചതാണ്. ഒന്നുകൂടെ കാണിക്കാം. ബിഷപ്പിനെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് കാണിക്കുന്നത് എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഒന്നുകൂടെ കാണിക്കാം. രേണു അങ്ങനെ ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, ഒന്നുകൂടെ കാണിക്കാം. ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, അതന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ നല്ല അയ്യോ ഉൾക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്റെ പേർക്ക് പരാതി കൊടുത്തു. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും വരുമായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ അവിടെ കൂടെ പോയിട്ടാ വന്നിട്ട് ബിഷപ്പല്ല വിഷപ്പാമ്പ്. ഇതാണ് രേണു അഭിസംബോധന ചെയ്തത്. എന്തുകൊണ്ടാണ് രേണു അങ്ങനെ അഭിസംബോധന ചെയ്തത്? രേണുവിനെ സഹായിച്ചെന്നൊറ്റ സാധനം കൊണ്ട് മാത്രം. നിവൃത്തിയില്ലാതെ കടത്തിന്റെ മേളിൽ കടവായിട്ട് കടന്ന് കുടുംബനാഥം നഷ്ടപ്പെട്ടു പോയി, കുടുംബം വഴിയാധാരമാകരുതെന്ന് കരുതിയിട്ട് രേണുവിന് താമസിക്കാൻ വീട് വെക്കാൻ സ്ഥലം കൊടുത്തു. ഇതിനാണ് ഈ വിഷപ്പാമ്പെന്ന് വിളിച്ചത്. ഇനി ആ വീട് പണിതു കൊടുത്ത ഫിറോസിക്ക, പുള്ളിക്കാരനെ എന്ത് പറഞ്ഞു? ഇക്കടെ ചാറ്റക്കമ്മടയിലുണ്ട് കേട്ടോ, ഇക്ക സൂക്ഷിച്ചോ, ഇക്കടെ ചാറ്റക്കമ്മട സേഫ് ആണ് എന്ന് പറഞ്ഞ് ഇക്കനെ ഒരു സ്ത്രീലമ്പടന്റെ ഒരു നിഴലിൽ നിർത്തി രേണു സംസാരിച്ചു. താജ്പത്രം എന്നിട്ട് എന്തൊക്കെ പറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും നല്ലൊരു വ്യക്തിത്വമാണ് ഈ രേണു. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. എനിക്ക് അതിനകത്തൊന്നും പ്രശ്നമില്ല. എനിക്ക് എതിർക്കാനുള്ളതാണ് എനിക്ക് തോന്നുന്ന സാധനം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പ്രശ്നമില്ല. സപ്പോർട്ട് ചെയ്യുമ്പോൾ നീയൊക്കെ ഉള്ളിൽ തൊട്ട് പറയണം ഈ രേണു ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണെന്നുള്ളത്. അതൊക്കെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നെങ്കിൽ ഒന്നും പറയല്ല മോനെ, കണ്ണാടി നോക്കി നീയൊക്കെ വിളിച്ചോ രേണു കി ജയ് മറ്റൊരു കാണുന്നവരെ.